നമസ്കാരം. യേശുവിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കഥകൾക്കപ്പുറം മറ്റെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടാകുമോ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയ ചില പുരാതന ഗ്രന്ഥങ്ങൾ. അവ യേശുവിന്റെ പഠിപ്പിക്കലുകൾക്ക് ഒരു പുതിയ മുഖം തന്നെ നൽകുന്നുണ്ട്. അതായത്, നമ്മൾ കേട്ടറിഞ്ഞ, വായിച്ചറിഞ്ഞ യേശുവിന്റെ കഥ അതൊരു പക്ഷേ മുഴുവൻ ചിത്രമല്ലെങ്കിലോ? ആലോചിച്ചു നോക്കൂ. ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ബൈബിളെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് 4 സുവിശേഷങ്ങളാണല്ലേ? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. എന്നാൽ ഇതിനപ്പുറം എല്ലാവർക്കും അറിയാത്ത, നൂറ്റാണ്ടുകളോളം രഹസ്യമായി വെച്ചിരുന്ന ചില പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ശരിയാണ്. നൂറ്റാണ്ടുകളായി ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ 4 സുവിശേഷങ്ങളാണ്. ലോകം യേശുവിനെയും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെയും മനസ്സിലാക്കിയത് പ്രധാനമായും ഈ പുസ്തകങ്ങളിലൂടെയാണ്. പക്ഷേ ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? ഈ പുതിയ ആശയങ്ങൾക്കുള്ള സൂചനകൾ ബൈബിളിൽ തന്നെ ഉണ്ട് എന്നാണ് ഈ ഉറവിടം പറയുന്നത്. ദേ, ഈ വാക്യം നോക്കൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു തന്നെ പറയുകയാണ്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, പക്ഷെ അതൊന്നും താങ്ങാൻ നിങ്ങൾക്കിപ്പോൾ കഴിയില്ല എന്ന്. ഭാവിയിൽ വെളിപ്പെടാൻ പോകുന്ന വലിയ സത്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഒഴിഞ്ഞിരിക്കുന്ന സൂചനയായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിൽ നിന്നാണ് അടുത്ത പ്രധാനപ്പെട്ട ആശയം വരുന്നത്. അതായത്, യേശുവിന് ഏറ്റവും അടുത്ത ഒരു ഇന്നർ സർക്കിൾ ഉണ്ടായിരുന്നു. പൊതുവായി പറയാത്ത പല രഹസ്യങ്ങളും യേശു അവരുമായി മാത്രം പങ്കുവച്ചു. ഈ സംഘത്തെയാണ് പിന്നീട് ജ്ഞാനവാദികൾ അഥവാ ഗ്നോസ്റ്റിക്കുകൾ എന്ന് അറിയപ്പെട്ടത്. അപ്പോ ഈ പറയുന്ന രഹസ്യ പഠിപ്പിക്കലുകൾ എങ്ങനെയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കയ്യിലെത്തിയത്? അതിനു പിന്നിൽ ശരിക്കും ഒരു സിനിമയെ വെല്ലുന്ന കഥയുണ്ട്. ഈ ടൈം ലൈൻ ശരിക്കും ഞെട്ടിക്കുന്ന ഒന്നാണ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് 1-2 വർഷത്തെ കാര്യമല്ല, ഏതാണ്ട് 1600 വർഷം. അത്രയും കാലം ഈ അറിവുകളെല്ലാം ചരിത്രത്തിൽ നിന്ന് അപ്പാടെ മാഞ്ഞുപോയിരുന്നു. ഈ അടുത്ത കാലം വരെ ലോകത്തിനിതിനെപ്പറ്റി ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അപ്പോ എങ്ങനെയാണിതെല്ലാം കണ്ടെത്തിയതെന്നല്ലേ? ഒരു സിനിമ കഥ പോലെയാണത്. മുഹമ്മദ് അലി എന്നൊരു സാധാരണ കർഷകൻ വളം കുഴിച്ചെടുക്കാൻ പോയതാണ്. അപ്പോഴാണ് ഒരു വലിയ മൺഭരണിയിൽ അയാളുടെ പണിയായുധം തട്ടുന്നത്. സ്വർണമായിരിക്കുമെന്ന് കരുതി ആകാംക്ഷയോടെ ഇത് പൊട്ടിച്ചു നോക്കിയപ്പോ ഉള്ളിൽ കണ്ടത് ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു. തുകലിൽ പൊതിഞ്ഞ 13 പുരാതന പുസ്തകങ്ങൾ. ശരി, അപ്പൊ നമുക്ക് ഈ കിട്ടിയ പുസ്തകങ്ങളുടെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. എന്തായിരുന്നു അവരുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? എന്താണവർ വിശ്വസിച്ചിരുന്നത്? ഓക്കെ, അപ്പോൾ ഈ ഗ്രന്ഥങ്ങളിലെ പ്രധാന ആശയം എന്താണെന്ന് വെച്ചാൽ, അവര് വിശ്വസിച്ചിരുന്നത് 2 തരം ദൈവങ്ങളിലായിരുന്നു. ഒന്ന്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ശുദ്ധനും നന്മയുടെ ഉറവിടവുമായ യഥാർത്ഥ സ്വർഗീയ പിതാവ്. 2, ഈ കാണുന്ന ലോകവും നമ്മുടെ ശരീരവുമൊക്കെ ഉണ്ടാക്കിയ ഒരു താഴ്ന്ന ശക്തി. അതായത്, നമ്മൾ ജീവിക്കുന്ന ഈ ലോകമുണ്ടാക്കിയത് യഥാർത്ഥ ദൈവമല്ല എന്ന്. ഈ രണ്ടാമത്തെ സൃഷ്ടാവിന് അവരൊരു പേരും നൽകുന്നുണ്ട്, യാൽദ ഭയോത്. അവനൊരു അജ്ഞനായിരുന്നുവെന്നും താനാണ് യഥാർത്ഥ ദൈവമെന്ന് അഹങ്കരിച്ച് സ്വയം പ്രഖ്യാപിച്ചുവെന്നും ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നു. അപ്പോ അവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് നമ്മുടെ ആത്മാവ് യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ ലോകത്തു നിന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് ഈ ശരീരം എന്ന ഭൗതികമായ ഒരു തടവറയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ തടവിൽ നിന്ന് ഉണർന്ന് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഓർമ്മിക്കുക. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഇനി അടുത്ത ചോദ്യം വരാം. ഈ പറയുന്ന യാൽദ ഭയോത്തും ബൈബിളിൽ പറയുന്ന സാത്താനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട് എന്നാണ് ഈ ഉറവിടം പറയുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ വാദം തെളിയിക്കാൻ അവരുപയോഗിക്കുന്നത് ബൈബിളിൽ നിന്നുള്ള ഇത്തരം വാക്യങ്ങളാണ്. യേശു ഒരു വിഭാഗം ആളുകളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിന്റെ മക്കളാണ് എന്ന്. ഇത് അക്ഷരാർത്ഥത്തിലെടുക്കണമെന്നാണ് അവരുടെ വാദം. അപ്പോ കാര്യങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ജ്ഞാനവാദികൾ പറയുന്നു ഈ ലോകമുണ്ടാക്കിയത് ഒരു താഴ്ന്ന ശക്തിയാണെന്ന്. അതേസമയം യേശു ബൈബിളിൽ ഈ ലോകത്തിന്റെ അധിപനെ പിശാച് എന്ന് വിളിക്കുന്നു. അപ്പോ ഉറവിടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യേശു ഇവിടെ ഒരു ഉപമ പറഞ്ഞതല്ല, മറിച്ച് അക്ഷരാർത്ഥത്തിൽ ഈ ലോകത്തിന്റെ സ്രഷ്ടാവിനെ തന്നെയാണ് പിശാച് എന്ന് വിളിച്ചത് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ, ഈ രഹസ്യ ആശയങ്ങൾ ബൈബിളിൽ തന്നെ മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് അവരുടെ വാദം. ഇനി നമ്മൾ വരുന്നത് ഒരുപക്ഷെ ഈ വിശകലനത്തിലെ ഏറ്റവും അപ്രതീക്ഷിതമായൊരു ട്വിസ്റ്റിലേക്കാണ്.
ഈ പുസ്തകങ്ങൾ കണ്ടെത്തിയതിന് വെറുമൊരു ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല, ഒരു പ്രവചനപരമായ പ്രാധാന്യം കൂടിയുണ്ടെന്നാണ് ഈ ഉറവിടം പറയുന്നത്. അതിനായി അവർ ഈ പുരാതന ഗ്രന്ഥങ്ങളെ ഇസ്ലാമിക പ്രവചനങ്ങളുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവർ പറയുന്നത് 1945 ആ പുസ്തകങ്ങൾ കണ്ടെത്തിയത് ഒരു സാധാരണ സംഭവമല്ല, മറിച്ച് പ്രവചിക്കപ്പെട്ട ഒരു വലിയ കാര്യത്തിന്റെ തുടക്കമായിരുന്നു എന്നാണ്. ഇവിടെയാണ് ഇസ്ലാമിക പ്രവചനത്തിലെ അൽ മഹ്ദി എന്ന വ്യക്തി കടന്നുവരുന്നത്. കാലത്തിന്റെ അവസാനം വന്ന് ജനങ്ങൾ മറന്നുപോയ സത്യങ്ങളിലേക്ക് അവരെ തിരികെ നയിക്കുന്ന ഒരു രക്ഷകനാണ് മഹ്ദി. ഈ മറന്നുപോയ സത്യം എന്നത് ജ്ഞാനവാദികളുടെ നഷ്ടപ്പെട്ട അറിവാണെന്നാണ് ഉറവിടം പറയുന്നത്. ഈ പ്രവചനത്തിലൂടെയാണ് അവർ എല്ലാത്തിനെയും കൂട്ടിയോജിപ്പിക്കുന്നത്. യേശുവിന്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള ക്രിസ്തീയ വിശ്വാസവും മഹ്ദിയുടെ വരവിനെക്കുറിച്ചുള്ള ഇസ്ലാമിക വിശ്വാസവും യഥാർത്ഥത്തിൽ ഒരേ സംഭവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അവർ സമർത്ഥിക്കുന്നു. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടം. പക്ഷേ അതിലുപരി നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നൂറ്റാണ്ടുകളോളം മണ്ണിനടിയിൽ മറഞ്ഞുകിടന്ന ചില പുരാതന താളിയോലകൾക്ക് ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ജീവിക്കുന്ന രീതികളെ തന്നെ ചോദ്യം ചെയ്യാനും മാറ്റിമറിക്കാനും സാധിക്കുമോ? അത് ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.